അധ്യായം 19-14 പീലാത്തോസ് യേശുവിനെയും ജനത്തിനും പഠിപ്പിച്ചു. അയാളെ ഒരു മുദ്രയുടെ ഉണ്ടാക്കിയെന്ന് പ്രകടിപ്പിച്ചു. ഈ ജനങ്ങൾ മേഖലയിൽ അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുത്തിൽ വന്ന് യഹൂദരുടെ രാജാവിനെ സൃഷ്ടി എന്ന് പറഞ്ഞ് കൈ കൊണ്ട് അവനെ പ്രവേശിച്ചു. പീലാത്തോസ് വീണ്ടും പുറപ്പെടുന്ന അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനെ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. മുൻപിടവും ജന്മ നേരിട്ടും വെച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അങ്ങനെ കണ്ടപ്പോൾ പുരോഹിതർ പ്രഭുക്കന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുക, എന്നാൽ ഞാൻ അവനെ ഒരു കുറ്റവും കാണുന്നില്ല. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഐസിയിൽ നമ്മുടെ മുഖ്യതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് ഈ മീറ്റിംഗ് അധ്യക്ഷം വഹിക്കുന്ന ബ്രദർ വിനി തലയാനും സ്വാഗതം ആശംസിക്കുന്നു. ബ്രദർ പിന്നെ സെക്രട്ടറി ബ്രദർ ജോഷി പോലും അവർക്കും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത AC അംഗങ്ങൾക്കും അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയും കൂടാതെ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ കോൺഫറൻസ് അംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഈ കോൺഫറൻസിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ AC പ്രസിഡന്റ് ബെന്നി ബ്രദർ, സെക്രട്ടറി ജോഷി ബ്രദർ, സഹപ്രവർത്തകർ, ഈ അടുത്ത് നിര്യാതനായ FALI-S നരിമാൻ, നിങ്ങൾക്ക് എല്ലാവരും അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരു പ്രഗത്ഭനായ നിയമപണ്ഡിതനായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു ചടങ്ങിൽ സംബന്ധിക്കാനായി വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനിടയിൽ ജഡ്ജിമാർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയായിരുന്നു: ജഡ്ജിമാർ പ്രശസ്തി ആഗ്രഹിക്കരുത്, അവർ യാതൊരുവിധ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കും അടിമപ്പെടരുത്, അതുപോലെ മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടി അവർ വിധി നടപ്പാക്കുക, യുക്തിസഹമായി ചിന്തിച്ച് നീതി അടിസ്ഥാനമാക്കി വേണം വിധിക്കുവാൻ. ഞാനിതൊരു ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇന്ന് ബൈബിളിൽ കേട്ട ഭാഗം യോഹന്നാന്റെ സുവിശേഷം അധ്യായം 19-1-16 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. യേശുവിൻ്റെ വിചാരണയുടെ രണ്ടാം ഭാഗം. ആദ്യ ഭാഗം ബൈബിളിൽ തന്നെ 18-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണ്. അതിൻ്റെ രണ്ടാം ഭാഗം ആണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. എല്ലാ വെള്ളിയാഴ്ചകളിലും പീഡാനുഭവ ചരിത്ര വായനയുണ്ട്. അതിൽ നമ്മളൊരു നാടകത്തിൽ വിവിധ രംഗങ്ങൾ പോലെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കേട്ട് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കേട്ടത്. നമ്മളൊരു വിചാരണ കോടതിയെ സങ്കല്പിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ യേശു അവിടെ പ്രതികൂട്ടിൽ നിൽക്കുന്ന വ്യക്തിയാണ്. യേശുവിനെ സഹായിക്കാൻ, യേശുവിൻ്റെ വക്കാലത്ത് എടുക്കാനോ അവിടെ ആരുമില്ല. നമുക്കറിയാം യേശു ഒറ്റയ്ക്കതാണ് അവിടെ ഉള്ളത്. യേശുവിനോടൊപ്പം 3 വർഷം യേശുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, അതുപോലെ തന്നെ യേശുവിൻ്റെ മഹത്വം എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ അതിൽ തന്നെ ഉള്ള 3 ശിഷ്യന്മാർ, അതായത് രൂപാന്തരീകരണ സമയത്ത് യേശു ദൈവമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയവർ, അവരൊന്നും യേശുവിനെ സഹായിക്കാൻ ഈ സമയത്ത് വന്നില്ല. കാരണം അവിടെ കള്ളസാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അവരെ യേശു എന്താണ് ചെയ്തതെന്ന് പോലും അറിയാത്തവരെയായിരിക്കും ഒരുപക്ഷെ അവിടെ കൊണ്ടുവന്നിട്ടാണ്. പിലാത്തോസ് യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും യേശുവിൻ്റെ ഉത്തരങ്ങളെല്ലാം നമുക്ക് കേട്ടു. ഇവര് വളരെ ഭാരമായിട്ട് യേശുവിനെതിരെ പ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാം കേട്ടതിന് ശേഷവും ജഡ്ജിയായിട്ടുള്ള പിലാത്തോസ്
അദ്ദേഹത്തിന് തോന്നി യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നത് ഈ 2 അധ്യായങ്ങളിലും കൂടി 3 പ്രാവശ്യം പറയുന്നുണ്ട് പിലാത്തോസ്. 18-ാം അധ്യായത്തിൽ 1 പ്രാവശ്യവും നമ്മളിപ്പോൾ കേട്ട ബൈബിൾ ഭാഗത്തെ 2 പ്രാവശ്യവും പറയുന്നുണ്ട് ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. എങ്ങനെയും യേശുവിനെ ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കണം. അതിനുവേണ്ടി പിലാത്തോസ് പല രീതിയിലും പല കാര്യങ്ങളും നോക്കി. നമുക്കറിയാം ബറാബാസിനെ പെസഹ തിരുനാളിൽ ഒരു തടവുകാരൻ വിട്ടയക്കുന്ന കാര്യമുണ്ട്. അത് ഞാൻ യേശുവിനെ വിട്ടയക്കേണ്ടത് സമ്മതിച്ചില്ല. ഇങ്ങനെ പല കാര്യങ്ങളും പിലാത്തോസ് നോക്കുന്നുണ്ട്. അവസാനം അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യേശുവിനെ കൊണ്ട് ചമ്മട്ടി അടിപ്പിച്ച് ഒരു മുൻകൈയിടം വെച്ച് ഒരു ചുമന്ന നേരയിൽ ധരിച്ച് അവരുടെ മുൻപിൽ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞില്ല. ഞാൻ അവനെ അത്യാവശ്യം ശിക്ഷിച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും അവനെ പോകാൻ അനുവദിക്കും. അപ്പോൾ അവർ വിടുന്നില്ല. അവസാനം ഈ വാദികളായിട്ട് നിൽക്കുന്നവർ ഒരു അറ്റകൈ എന്നുള്ള രീതിയിൽ പ്രയോഗം പ്രയോഗിക്കുകയാണ്. നീ ഇവനെ വിട്ടയക്കുന്ന പക്ഷം സീസറിന്റെ സ്നേഹം. അത് പറഞ്ഞപ്പോഴത്തേക്ക് പിലാത്തോസിന്റെ മതമായി. പിലാത്തോസ് ആ സമയമാണ് പറയുന്നത്, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ക്രൂശിക്കണമെങ്കിൽ ക്രൂശിച്ചോളൂ. നമുക്കറിയാം. അപ്പോൾ സ്വന്തം മനസ്സാക്ഷിക്കെതിരായി നീതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിനെതിരായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പാരീസ് മരിക്കാൻ പറഞ്ഞത് ഒരു ജഡ്ജി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വിപരീതപരമായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ കാണും. നമുക്കറിയാം നിയമത്തിൽ അലിഖിതമായിട്ടുള്ള നിയമമാണ് നമ്മൾ കാണുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ലാണ്. പക്ഷേ ഇവിടെ അത് നിരീക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. ഇനി വീണ്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തകരുടെ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് വന്നു. നമുക്കറിയാം പഴയ നിയമങ്ങളിൽ പോലും ദാനധർമ്മത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി വ്യക്തമായിട്ട് പല പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഗോപിന്ദന്റെ പുസ്തകത്തിൽ പറയുന്നത്, പ്രഭാഷണ പുസ്തകത്തിൽ പറയുന്നത്, പ്രഭാഷണ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, ദാനധർമ്മം എന്നത് സകല പാപങ്ങളെയും ലഘൂകരിക്കുന്നതാണ്. ഇങ്ങനെ ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം, അത് നിന്നെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കും. നമുക്കറിയാം നമ്മുടെ ഇത് സ്ഥാപിച്ച ഫ്രെഡറിക് ഹൊസാന, അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു, വിദ്യാഭ്യാസം ഡോക്ടറേറ്റ് എടുക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അതെല്ലാം വിട്ടറിഞ്ഞിട്ട് പാവങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമുക്കറിയാം ഈ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ സ്വരം ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നമ്മൾ 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കേൾക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സങ്കീർത്തനം ഇതാണ്. നിർമ്മലമായൊരു ഹൃദയമേ നന്ദിച്ചരുളുക നാഥാ, നേരായൊരു മാനസവും തീർച്ചയായിട്ടും ഈ നോയമ്പുകാലം നമുക്ക് നമ്മുടെ കാര്യങ്ങളെ പറ്റി ആത്മശോധന ചെയ്യാൻ, ഒരു മനസ്തപിക്കാനും തെറ്റിദ്ധരുത്താനുള്ള ഒരു സമയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ ഒരവസരം കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. നീണ്ട പ്രസംഗമൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ മാറി മാറി നോക്കി ആ പഴയ ഓർമ്മകൾ പുതുക്കുകയായിരിക്കും എൻ്റെ പ്രധാന പണി. പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ ഇവിടെ പ്രസംഗിച്ച പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒരു കാര്യം മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. യൂദയ എന്ന് പറയുന്ന നാട് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് റോമൻ സാമ്രാജ്യം പറയുന്നത് വിട്ട് യൂദയ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂദയ രാജ്യം ചെറിയ ദൈവന്മാരുടെ രാജ്യമല്ല, ഒരു നാട്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഒരു സമയത്ത് എനിക്ക് തന്നെ വിടാനും തന്നെ മോചിപ്പിക്കാനും ശിക്ഷിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് നീ
പറയുന്നത് കേൾക്കണമെന്ന്. അപ്പം നമ്മുടെ മേയർ പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ എനിക്ക് തയ്യാറല്ല. എൻ്റെ ദൗത്യം പാപികളോട് മനുഷ്യവർഗം ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ മരണം വഴി ആദ്യം ദാഖൽ ചെയ്തിരുന്ന പാപത്തിൻ്റെ പരിഹാരം കൂടിയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഈശോയുടെ മരണം അവിടെ ഒരു ആവശ്യമായി. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ മുഴുവൻ കഴുകി നമ്മളെ പരിശുദ്ധരാക്കി. പക്ഷേ നമ്മൾ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിർത്തുക. നമ്മൾ ഈ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് ഒരു നല്ല ക്രിസ്ത്യനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകും. നമ്മൾക്ക് നേരെ ഈശോയിലേക്ക് എത്താനും പറ്റും. ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യാവതാരം ചെയ്തു, കുരിശിനെ സഹിച്ചു, നമ്മെ രക്ഷിച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ അതിനൊരു രഹസ്യമായിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് സഭയിലൊക്കെ അവതരിപ്പിക്കുക. കാരണം അത് മനുഷ്യന്റെ ബുദ്ധിക്കും അതീതമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്ത്യാനികളുടെ ദൈവശാസ്ത്രത്തിൽ ഇതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നുണ്ടെങ്കിലും ആ മറുപടികൾ പൂർണ്ണമായിരിക്കുന്നില്ല. കാരണം അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം മറുപടി അത് ദൈവത്തിന്റെ മനസ്സിൽ, ദൈവത്തിന്റെ ഹൃദയത്തിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യനത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതവും കാര്യങ്ങളും രഹസ്യം, മഹാരഹസ്യമായിട്ട് മനുഷ്യാവതാരം രഹസ്യമാണ്. കർത്താവിന്റെ ഈ ലോകത്തിലെ ജീവിതം രഹസ്യമാണ്. പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവുമെല്ലാം അതെല്ലാം മഹാരഹസ്യമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായി, എന്തുകൊണ്ട് നമുക്ക് വേണ്ടി പീഡ സഹിച്ചു, മരിച്ചു? ഇവിടെ നമ്മൾ നോക്കുകയാണ് കർത്താവിന്റെ വിചാരവേളയിൽ കർത്താവിന്റെ കുറ്റമൊന്നും പീലാത്തോസ് കാണുന്നില്ല. കർത്താവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും നടക്കാതെ വരുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അവരെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ തീർത്തും നിരവധി നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ അങ്ങേയറ്റം ഏറ്റവും ക്രൂരമായിട്ടുള്ള, റോമൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് കുരിശുമരണത്തിന്. അവിടെ അത് മനുഷ്യന്റെ യുക്തിക്ക് ചെയ്തൊരു കാര്യമല്ല. കാരണം നിരപരാധിയായുള്ള മനുഷ്യൻ ഇത്രയും വലിയ ശിക്ഷ ഏറ്റുവാങ്ങണമോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് നിർത്തുകയാണ്. അവിടെ നമുക്ക് അത് പ്രൊപ്പോർഷനേറ്റ് അല്ല. കാരണം ഒരു കൊടുകുറ്റവാളിക്കാണ് ഈ ശിക്ഷ കൊടുക്കുന്നതിന് അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ കർത്താവ് കുറ്റമൊന്നുമില്ല, എന്നിട്ടും ഈ ശിക്ഷയ്ക്ക് അവർ വിധിക്കപ്പെടുകയാണ്. അവിടെ ഒരു പ്രൊപ്പോർഷൻ റേഷ്യോയുടെ പ്രശ്നമുണ്ട്. ഇത് നമുക്ക് ഒരു മഹാരഹസ്യത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്ന കാര്യമാണ്. അതായത് ക്രിസ്തു ഈ ഭൂമിയിൽ മറ്റു മനുഷ്യർ, അതായത് നിരപരാധികളായിരുന്നിട്ടും അന്യായമായി കുറ്റം ചുമത്തപ്പെടുന്ന വ്യക്തികളുടെ പ്രതിനിധിയായിട്ട് ആദ്യത്തെ പുരുഷനായിട്ട് നിൽക്കുകയാണ്. ഇതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെ കർത്താവ് പ്രതിനിധിയായിട്ട് മാറുകയാണ്. നമുക്കറിയാം ഒത്തിരി കുഞ്ഞുങ്ങൾ വിശന്ന് വരികയാണ്, അല്ലെങ്കിൽ അവിടെ ദൈവം ഇടപെടുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അവിടെയൊക്കെ കർത്താവിന്റെ സാന്നിധ്യം കാണുകയാണ് ചെയ്യുക. രണ്ട് കാര്യങ്ങളാണ് വിചാരണകളിൽ പീലാത്തോസ് പറയുക. ഇതാ ഇതാ മനുഷ്യൻ, എന്ന് പറയും. ഇതാ മനുഷ്യൻ. പക്ഷേ അതിന് പൂർണ്ണമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയായിരിക്കും പീലാത്തോസ് പറയുന്നത്. പക്ഷെ അവിടെ മനുഷ്യനുള്ള വാക്ക്
ചെയ്തതായ പക്ഷെ നമ്മൾ മനഃപൂർവ്വം അന്യായമായ രീതിയിൽ ആ വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും. അതൊക്കെ ഇതിന്റെ ചെറിയ പതിപ്പുകളാണ്, ഈ ജനം കാണിക്കുന്ന ചെറിയ പതിപ്പുകളാണ്. അപ്പൊ ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല അടയാളങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് യാഥാർത്ഥ്യം സത്യം മനസ്സിലാക്കി ആ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിനായിട്ട് നമ്മൾ മാറണം, ചൂണ്ടുപലകളായിട്ട് മാറണം. അതാണ് കർത്താവ് ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് തരുന്ന ആശയം. കർത്താവിന്റെ വിചാരവേളയിലെ സത്യം മാറ്റപ്പെട്ടു. ഈ രീതിയിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളൊന്നും യഥാർത്ഥ സത്യം കണ്ടെത്തി ആ സത്യത്തെ സാക്ഷ്യം വഹിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെല്ലാവരെയും വിളിക്കുന്നത്. സൊസൈറ്റിയോടുള്ള കോൺഫറൻസിന്റെ ബഹുമാനപ്പെട്ട ജോർജ് നമ്മളോട് സംസാരിച്ചു. നമ്മുടെ എല്ലാവരുടെയും സഹോദരങ്ങളെ, പാലക്കാട് മേഖലാ കൗൺസിലിന്റെ ജനുവരി മാസത്തെ AC യോഗം 21-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് AC പ്രസിഡന്റ് വെളിച്ചേന്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. പാലക്കാട് സെന്റ് മാർട്ടിൻ പള്ളിയുടെ ഹാളിൽ വെച്ച് സെന്റ് മാർട്ടിൻ കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു യോഗം. യോഗത്തിൽ ACയിലെ പ്രസിഡന്റുമാരും മേഖലാ കൗൺസിൽ ഭാരവാഹികളും ചേർന്ന് 36 പേർ പങ്കെടുത്തു. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം സുനിൽ ചെന്നിക്കര വിശയോപന്യാസത്തിന് ശേഷം 18-ാം അധ്യായം 28 മുതൽ 40 വരെ വായിച്ചു. മാത്യു കണമ്പുഴ വായിച്ച വചനങ്ങളെ കുറിച്ച് വിചിന്തനം നടത്തി. പിന്നീട് കാക്കനാട് കോൺഫറൻസിലെ ബ്രദർ ഫെലിക്സ് മാത്യു വചനങ്ങളെ കുറിച്ച് വിചിന്തനം നടത്തി. പ്രസിഡന്റ് ബ്രദർ പ്രകാശിനെയും യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. ബഹുമാനപ്പെട്ട വികാരി ഫാദർ ജോൺ പൈനങ്ങൾ വചന വിചിന്തനം നടത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. ജോയിന്റ് സെക്രട്ടറി ബ്രദർ ജോസ് തോമസ് സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചു. യോഗങ്ങൾ പാസ്സാക്കി. ട്രഷറർ ബ്രദർ ജോർജ് തലേമാസത്തെ കണക്കുകൾ വായിച്ചു. യോഗങ്ങൾ പാസ്സാക്കി. ചർച്ചയുടെ സമയത്ത് ഇന്റേണൽ ഓഡിറ്റ് ജനുവരി മാസത്തിൽ പൂർവിക്കണമെന്ന് പ്രസിഡന്റ് യോഗത്തെ അറിയിച്ചു. പിന്നീട് കളമശ്ശേരി കോൺഫറൻസ് നടത്തുന്ന ഹെൽത്ത് കെയറിന്റെ ക്യാമ്പിനെ കുറിച്ച് പ്രസിഡന്റ് സാബു സംസാരിച്ചു. രക്തം പരിശോധന നടത്തുന്നു. 1-2 ഞായറാഴ്ചകളാണ് നടത്തുന്നത്. വാഴക്കാട് കോൺഫറൻസിലെ അവയവദാന ക്ലാസ് എടുത്ത കാര്യം പ്രസിഡന്റ് അവസരത്തെ അറിയിച്ചു. സമാപന പ്രാർത്ഥനയോടെ യോഗം അവസാനിച്ചു. എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആരുമില്ല. അതില്ലാതെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പറയണം. നമുക്ക് ഈ മാസം തന്നെ 2 ആഴ്ച നമുക്ക് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. 14 കോടിയിലെ തുടക്കം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ആ 14 കോടി അവിടെ തീർന്നുള്ളതാണെന്ന് വീണ്ടും വെച്ച് നോക്കാമെന്ന് തോന്നുന്നത് ചെറിയൊരു എമൗണ്ട് നമുക്ക് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇടവക്കാരും ആ ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും നമ്മുടെ അടുത്ത് നേരം വർത്തമാനം പോകുമ്പോൾ സൗഹൃദ സംഭാഷണത്തിന് കുറേ സമയമാണ് അതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ അതിൻ്റെ പ്രയോജനം അടുത്ത വർഷങ്ങളിൽ കിട്ടുമെന്ന് വിചാരിച്ചത്. വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ലാഭമൊന്നുമില്ല. പക്ഷെ കുറേ കോണ്ടാക്റ്റുകൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസത്തിന് 3 മാസം ഒരിക്കലായിരുന്നു. പക്ഷെ അതുകൊണ്ട് കുറേ പുതിയ ആൾക്കാർ ടൗണിലൊക്കെ പള്ളികളിൽ ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് പുതിയ ആൾക്കാരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിനൊക്കെ പോയി ബസ്സും കാരണങ്ങൾ അനുസരിച്ച് കാണാൻ വേണ്ടി സന്യാസികൾ ലോകം മുഴുവൻ പ്രത്യേകിച്ച് കാര്യങ്ങളിലുള്ള റിസർച്ച് കുടുംബങ്ങൾ എന്നിവരുടെയും ഞങ്ങളുടെ കാര്യങ്ങളെയും സഹായിക്കുന്നതിനെയും നിങ്ങൾ സവിശേഷ ഓർക്കുകയും ചെയ്യുന്നു. നമുക്ക് തന്നെ വേണ്ടി അങ്ങയുടെ സ്നേഹം അങ്ങയുടെ ഹൃദയം അവിടെ നൽകിയല്ലോ. ഞങ്ങളെ സഹായിക്കുന്നതിൽ അങ്ങേ പ്രതിഷ്ഠായ ഞങ്ങൾ ദർശിക്കുവാനും ഞങ്ങളുടെ സമയത്തിൻ്റെ സമ്പത്തിൻ്റെയും ഓർമ്മയെ സന്തോഷപൂർവ്വം അവർക്ക് നൽകുവാനും അദ്ദേഹയുടെ തീക്ഷ്ണത ഞങ്ങൾക്ക് തരണമേ. അദ്ദേഹത്തിന്റെ സമൂഹത്തിന്റെ ഹൃദയങ്ങൾ പാവങ്ങളോട് സ്നേഹത്താൽ നൽകുകയും ആത്മീയമായ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനായി ഒരു സൊസൈറ്റി സ്ഥാപിക്കുന്നതിനുള്ള പ്രചോദനം നൽകുകയും ചെയ്തതിനെ ക്രിസ്തീയയുടെ ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കണേ. ബഹുമാനിക്കുന്നതാണ്. അങ്ങനെ അങ്ങനെ കൃഷിയിൽ അദ്ദേഹം